പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇന്ന് ഏപ്രിൽ 20 ഞായറാഴ്ച. ഹാപ്പി ഈസ്റ്റർ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗവും മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ ഉയർത്തെഴുന്നേറ്റ തിരുമുറുമാറുന്ന വിജയത്തിൻ്റെ വലതുകര അങ്ങ് നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആദിമസഭയിലെന്നതുപോലെ ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അങ്ങിപ്പുത്രൻ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ അടയാളങ്ങൾ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ നടന്നിട്ടുള്ള ആയിരക്കണക്കിന് ആരാധന ശക്തിയാൽ ഞാൻ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ കുടുംബങ്ങളെയും ആശീർവദിക്കുന്നു. കർത്താവെ, മനസ്സിൽ നുറങ്ങിയിരിക്കുന്നവരാണെന്നും കൃപാസനത്തിൻ്റെ പ്രാർത്ഥനയിൽ അങ്ങ് എൻ്റെ സന്നിധി കൊണ്ടുവന്ന് തരണത്. ഞാൻ അവർക്കെല്ലാം വേണ്ടി
മോസസിനെ പോലെ, എബ്രാഹത്തിനെ പോലെ, ഇസഹാക്കിനെ പോലെ കർത്താവ്, അതിനേക്കാളുപരി ജോഷുവയെപ്പോലെയും പ്രവാചകന്മാരെ പോലെയും അങ്ങയുടെ മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന കർത്താവെ, കൃപാസനത്തിൻ്റെ കർത്താവ് 40ഓളം വർഷം വരുന്ന എല്ലാ സുവിശേഷ വേലകളെ നീ ഓർക്കണം. കടലിലെ കൺവെൻഷൻ നീ ഓർക്കണം. അതിനുവേണ്ടി ചിന്തിയ എല്ലാ വിയർപ്പത്തുള്ളികളെ നീ അനുസ്മരിക്കണം. 10,000-കണക്കിന് ജപമാലകളെ നീ ആശീർവദിക്കുക, നീ ഓർക്കണം. അതെല്ലാം ഓർത്തുകൊണ്ട് അങ്ങ് ഞങ്ങളിലൂടെ ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്ത് പൂർത്തിയാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാ നന്മ പ്രവർത്തികളും ഓർത്തുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളുടെ മേലും കുടുംബത്തിൻ്റെ മേലും അങ്ങ് ശക്തി ഒഴുക്കണമേ കർത്താവെ. ഈ കുടുംബത്തിൽ പാർക്കണതിൻ്റെ ശാപം ഇവിടുന്ന് എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടാൽ മതി എന്ന് വിചാരിക്കുന്ന മക്കളുണ്ട് ഈശോയെ. അവർക്ക് ജീവിക്കാനോ അവർക്ക് അതുപോലെ മറ്റുള്ള മനുഷ്യരുടെ മുമ്പിൽ സന്തോഷത്തോടെ കഴിയാനോ ഒരു മാർഗം കാണാതെ എന്ത് ചെയ്യും അമ്മ എന്ന്, എന്ത് ചെയ്യും അപ്പ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചുകൊണ്ട് വിഷമിക്കുന്ന മക്കളുണ്ട് ഈശോയെ. വളരെ ഭാരപ്പെടുന്നുണ്ട് ഈശോയെ. ഈശോയെ, പ്രാർത്ഥനയ്ക്ക് പോലും ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ, പണത്തിനല്ല, പ്രാർത്ഥിക്കാൻ പോലും അറിയത്തില്ല, അതിൻ്റെ മനസ്സ് ഇടിഞ്ഞിരിക്കണ, എന്ത് പ്രാർത്ഥിക്കണമെന്ന് അറിയത്തില്ല, പ്രാർത്ഥിച്ച ദൈവം കേൾക്കുമോ എന്ന് അറിയത്തില്ല, പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് അറിയത്തില്ല. ഇങ്ങനെ പലത് കൊണ്ടും ശരീരം മൊത്തം തളർന്ന്, മനസ്സ് തളർന്ന്, ചിന്തകൾ തളർന്ന്, ഉറങ്ങുമ്പോൾ എന്തിനാണ് ഇനി എഴുന്നേൽക്കുന്നത്, ഇങ്ങനെ തന്നെ കിടന്ന് മരിച്ചു പോയെങ്കിലെന്ന് ഓർത്തിട്ട് വളരെ നിരാശപ്പെടുന്ന മക്കളുണ്ട് ഈശോയെ. അവരെല്ലാം ആ കുഴിമാടത്തുനിന്ന് നീ ഉയർത്തുന്നേരുന്നത് പോലെ ഈ ഒറ്റ പ്രാർത്ഥനയോട് ഉയർത്തുന്നിരിക്കാൻ നിനക്ക് കഴിയും കർത്താവെ. ഓരോ കർത്താവെ, ഓരോ കുഴിമാടത്തിൻ്റെ മുമ്പിലും കർത്താവെ, ഓരോ കുടുംബം ആശ മരിച്ചുപോയി, അതുപോലെ തന്നെ പ്രത്യാശ മരിച്ചുപോയി. കുടുംബത്തിലെ പ്രിയപ്പെട്ടവരും കൂടപ്പിറപ്പുമാരും കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നവർ ഇന്നില്ല എങ്കിലും അവരെ എല്ലാം കൊണ്ട് കർത്താവ് ചില സമയത്ത് മനസ്സ് ഓർക്കുമ്പോൾ മനസ്സ് വല്ലാണ്ട് അങ്ങനെ വിങ്ങിപ്പോകും കർത്താവെ. അങ്ങനെയുള്ള ഒത്തിരി കുടുംബങ്ങളുണ്ട് ഈശോയെ. അവരെല്ലാം നീ സ്പർശിക്കണം. കഴിഞ്ഞ കൊല്ലം ഈശ്വരൻ ഉണ്ടായിരുന്നവർ ഇന്ന് ഇല്ലല്ലോ എന്ന് ഓർത്തിട്ട് സങ്കടം സഹിക്കവയ്യാതെ ഈശ്വര പോലും ഇങ്ങനെ കണ്ണീര് മുങ്ങുന്നവരുണ്ട് ഈശോയെ. അവരെ നീ പ്രത്യേകം ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബങ്ങളെല്ലാം ഇന്ന് അനുഭവിക്കുന്ന പ്രത്യേക സങ്കടങ്ങൾ, സാമ്പത്തികമായും തൊഴിൽപരമായാലും അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള, ചിലർ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ചിലർ പണ്ടുണ്ടായിരുന്ന ഒത്തിരി പേര് കയറി ഇറങ്ങുന്ന വീടുകളായിരുന്നു, ഒത്തിരി പേര് സന്ധിക്കുന്ന വീടുകളായിരുന്നു. ഇപ്പോഴൊച്ചു പോലും ചോദിക്കാത്ത രീതിയിൽ വിഷമിച്ചിരിക്കുന്ന കുടുംബങ്ങളിലേക്ക് കർത്താവ് ഈ ഈസ്റ്ററിന് നീ കയറി ചെല്ലണമേ. അവിടെ മരിച്ച മനസ്സുകളെ, അവിടെ മരിച്ച എല്ലാ ഇച്ഛാശക്തികളെ, അവരെന്തിനും ജീവിക്കണമെന്ന് ഓർത്തിട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളിൽ കർത്താവിൻ്റെ ശക്തിയിലേക്ക് പ്രവർത്തിക്കട്ടെ. കർത്താവ് തിരുരത്വത്തിൻ്റെ ശക്തിയിൽ പ്രവർത്തിക്കട്ടെ. കർത്താവിന് ഉയർത്തുനിൽപ്പിൻ്റെ ശക്തിയാൽ അങ്ങനെയുള്ള നിരാശപ്പെട്ടിരിക്കുന്ന, സങ്കടപ്പെട്ടിരിക്കുന്ന, ജീവിതം തീർന്നുവെന്ന് വിചാരിക്കുന്ന എല്ലാ മക്കളും ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് ഇന്നു മുതൽ എല്ലാം തുടങ്ങി വെക്കാനും അവരുടെ കൂടെ കൂടാൻ പരിശുദ്ധ അമ്മ ദേവമാതാവ് കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷ പരിശുദ്ധ അമ്മ ദേവമാതാവിനെ ഈ പ്രാർത്ഥനയെ അയക്കുന്നു. കർത്താവ് നിന്ന് സന്ധിക്കുകയും സമാശ്വസിപ്പിക്കുകയും പുതിയൊരു ജീവിതവും പ്രത്യാശയും നൽകുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാ സർവ്വീശ്വരൻ നയിക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവിൻ്റെ തിരുവുത്ഥാന ദിവസമാണ്. ഞാൻ ചില സമയത്തൊക്കെ എനിക്ക് ഈ കല്ലറകളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. കല്ലറ വെച്ച് കഴിഞ്ഞാൽ പുരാതന കല്ലറ കിടക്കല്ലേ. ഞാൻ പോയ കുറേ കല്ലറകളൊക്കെ ഉണ്ട്. അതായത് ഗാന്ധി ഡൽഹിയിൽ പോയപ്പോൾ 2 പ്രാവശ്യം മഹാത്മാഗാന്ധിയുടെ കല്ലറയിൽ പോയായിരുന്നു. അതുപോലെ തന്നെ ഈ വാസ്കോഡി ഗാമയില്ലേ, കൊച്ചി, അദ്ദേഹം കടലിലാണ് മരിച്ചെങ്കിലും അടക്കിയത് കൊച്ചിയിലായിരുന്നു, സെൻറ്റ് ആൻഡ്രീസ് ചാപ്പലിലെ. പിന്നെ അവിടെ അദ്ദേഹത്തിൻ്റെ അസ്ഥികളൊക്കെ പിന്നെ പോർട്ടുഗലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ ആ കല്ലറയിലും എഴുതി വെച്ചിട്ടുണ്ട്. എന്താ സംഭവം? ഇവരെല്ലാം എഴുതി, ഇപ്പം ഗാന്ധിയുടെ കല്ലറ എഴുതി വെച്ചിരിക്കണേ എന്താ, ഹെറാം. മഹാത്മാഗാന്ധി വെടികൊള്ളുന്ന സമയത്ത് പറയണ ഓ ദൈവമേ, ഹെറാം, ഓ ദൈവമേ എന്നാണ് എഴുതി വെച്ചിരിക്കണേ. വാസ്കോഡി ഗാമയുടെ കല്ലറ എഴുതി വെച്ചിരിക്കുന്നത് ഹിയർ ലൈസ് വാസ്കോഡി ഗാമ ബരീഡ് അറ്റ് സീ എന്നാണ്. അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാനിവിടെ 10-20 കൊല്ലം പറഞ്ഞു ബരീഡ് അറ്റ് സീ എന്ന്. കടലിലാണ് കപ്പലോട്ടക്കാരെയൊക്കെ അടക്കണത്. കപ്പലിൽ വീണ് മരിക്കുകയോ അപ്പോൾ പിന്നീട് അസ്ഥികൾ കണ്ടെടുത്ത് അടക്കുകയോ അങ്ങനെയൊക്കെ പരിപാടിയാണ്. പക്ഷേ എഴുതി വെച്ചിരിക്കുന്നത് ബരീഡ് അറ്റ് സീ എന്നാണ്. കല്ലറയിൽ
ഈ നെപ്പോളിയൻ കല്ലറ ഞാൻ പോയിട്ടില്ല, പക്ഷേ ഞാൻ ചരിത്ര പുസ്തകം വായിച്ചിട്ടുണ്ട്. നെപ്പോളിയൻ ഈ ലോകത്തെ മുഴുവനും ഇങ്ങനെ കൊടക്കിയിൽ ഒതുക്കിയൊരു ചക്രവർത്തിയായിരുന്നു നെപ്പോളിയൻ. അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ എഴുതി വെച്ചിരിക്കുന്ന ഹിച്ചാക്കത്ത് നെപ്പോളിയൻ ബോണപ്പാർട്ട്. നെപ്പോളിയൻ ബോണപ്പാർട്ട് അയാൾ ഹിച്ചാക്കത്ത് ഹി ഡൈഡ് ഹിയർ ലൈസ്, മരിച്ച് ഇവിടെ അടക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ നമ്മുടെ ഈശോൻ്റെ കല്ലറയിൽ പോകുമ്പോൾ, ഈശോൻ്റെ കല്ലറയിൽ ഞാൻ ഇസ്രയേലിൽ 2 പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പോൾ എഴുതി വെച്ചിരിക്കുന്നതെല്ലാം എന്താണ്? ഹീസ് നോട്ട് ഹിയർ, ഹീസ് റിസൺ. ഭയങ്കര വ്യത്യാസമാണ് അത്. അവനിവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റ് വന്ന്. അപ്പം അതാണ് ഈശോയുടെ മരണവും ഉത്ഥാനവും മറ്റു മനുഷ്യരുടെ മരണവും തമ്മിലുള്ള വ്യത്യാസം. അതായത് ഈ ക്രൈസ്തവ സഭ തന്നെ നിലനിൽക്കുന്നത് കർത്താവിൻ്റെ മരണത്തിലല്ല, പിന്നെ എന്താണ് വിശ്വസിക്കണത്? മരണം നമ്മൾ പ്രഖ്യാപിക്കുകയാണ് ചെയ്യണത്. നമ്മൾ വിശ്വസിക്കണത് എന്താണ്? കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലാണ് വിശ്വസിക്കണം. അപ്പോൾ വിശ്വാസം എന്താ? ഇപ്പം ഈ മുതിർന്ന ആൾക്കാരെ ഞാൻ ജ്ഞാനസ്നാനപ്പെടുത്തിയിട്ടുണ്ടേ. കാര്യം ഭയങ്കര 10-50 വയസ്സുള്ള ആൾക്കാരെ ജ്ഞാനസ്നാനപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ചില പള്ളികളിലൊക്കെ ചെല്ലുമ്പോൾ അങ്ങനെ വരും, അങ്ങനെ സിറ്റുവേഷൻസ് വരും. അവരിപ്പോൾ കല്യാണം കഴിക്കാതെ താമസിക്കുന്നു, അക്രൈസ്തവരെ കല്യാണം കഴിച്ച് കൂദാശ ചെയ്യാതെ താമസിക്കുന്നു. അപ്പോൾ പിന്നെ അവരെ കൂദാശ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അവർ മാനസാന്തരപ്പെട്ട് അവർ കൂദാശ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരാദ്യം ജ്ഞാനസ്നാനപ്പെടുത്തണം. അപ്പോൾ ഈ 50 വയസ്സുകാരനെ അവർ വിളിച്ച് ജ്ഞാനസ്നാനപ്പെടുത്തും. അപ്പോൾ അവർക്ക് വേണ്ട വേറെ പുസ്തകമാണ് കിടക്കുന്നത്. ആ പുസ്തകത്തിൽ അവരോട് നമ്മളൊരു ചോദ്യം ചോദിക്കും, നിങ്ങൾ സഭയിൽ നിന്ന് എന്ത് ആവശ്യപ്പെടുന്നു? അപ്പം അതിൻ്റെ ഉത്തരം താഴെ ഉണ്ട്, അത് നമ്മളവരെ പഠിപ്പിക്കും. എന്താ സഭയിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? വിശ്വാസം. സഭയിൽ നിന്ന് ഒരു വ്യക്തി, ഒരു മനുഷ്യന് ആവശ്യപ്പെടുന്ന ഏറ്റവും വലിയ അമൂല്യ വസ്തു എന്താണ്? വിശ്വാസമാണ്. അപ്പോൾ സഭ വീണ്ടും അത് പറഞ്ഞു കഴിയുമ്പോൾ രണ്ടാമത്തെ ചോദ്യം ചോദിക്കും, എന്താണ്? വിശ്വാസം നിങ്ങൾക്ക് എന്ത് തരുന്നു? അപ്പോൾ അവർ പറയും, വിശ്വാസം ഞങ്ങൾക്ക് നിത്യജീവൻ തരുന്നു. അതാണ് സഭ. അപ്പോൾ സഭ നമുക്ക് എന്ത് തരുന്നു? സഭ നമുക്ക് നിത്യജീവൻ തരുന്നു. നിത്യജീവൻ എന്തിൽ വിശ്വസിക്കുമ്പോഴാണ്? കർത്താവിൻ്റെ തിരുവുത്ഥാനത്തിൽ വിശ്വസിക്കുമ്പോഴാണ്. ഇപ്പം കേവലമായിട്ട് ഒരു വ്യക്തി ക്രിസ്തു എൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് എനിക്ക് പകരക്കാരനെ മരിച്ചു, ദൈവം അവൻ ഉയർത്തെഴുന്നേൽപ്പിച്ചു ഞാൻ വിശ്വസിക്കുമ്പോൾ ഒരു സംവിധാനമില്ലെങ്കിലും അവൻ രക്ഷ പ്രാപിക്കും. സംവിധാനങ്ങളൊക്കെ എല്ലാം അവൻ്റെ കൃപയിൽ അടിക്കടി വളരാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന സഭകളാണ്, പ്രത്യേകിച്ച് തിരുസഭ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിശ്വസിച്ച് നിത്യരക്ഷ പ്രാപിക്കുന്നതിന് ക്രിസ്തു എൻ്റെ പകരക്കാരായി മരിച്ചു, എൻ്റെ പാപത്തിന് പരിഹാരം ചെയ്തവനാണെന്ന് വിശ്വസിച്ചു അവൻ പരമപിതാവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, അവൻ്റെ ഉയർപ്പിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈശോ എന്താ പറഞ്ഞത്? ഞാൻ പുനരുത്ഥാനം ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. യോഹന്നാൻ 11:25. യേശു അവളോട് പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അപ്പോൾ നമ്മൾ മരിച്ചു പോയാലോ നിത്യമായിട്ട് ആത്മാവ് നിത്യതയെ ദൈവത്തിൻ്റെ കൂടെ വിരാജിക്കണതും നിത്യതയെ വിലയം പ്രാപിക്കണ ഒറ്റ കാര്യത്തിലാണ്. എന്താണ്? കർത്താവിൽ വിശ്വസിക്കുന്നവൻ. കർത്താവിൽ എന്താണ് വിശ്വസിക്കേണ്ടത്? കർത്താവ് സാമൂഹ്യ പ്രവർത്തനമാണെന്ന് വിശ്വസിച്ചാൽ ഈ പറഞ്ഞ ഫലം ഉണ്ടാകത്തില്ല. കർത്താവ് വിപ്ലവകാരികളെ കുറേ അണ്ണന്മാർ വിശ്വസിക്കുന്നത് അതല്ല. ക്രിസ്തു ദൈവപുത്രനായ മിശിഹയാണ്. അവൻ എനിക്ക് പകരക്കാരൻ എൻ്റെ പാപത്തിന് പരിഹാരം ചെയ്തിട്ട് മരിച്ചവനാണ്, പരിഹാരമായിട്ട് മരിച്ചവനാണ്. അവനെ പരമപിതാവ് ഉയർത്തെഴുന്നേൽപ്പിച്ചു, ആ ഉയർപ്പിൽ ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ഉയർപ്പിൽ വിശ്വസിക്കുമ്പോൾ എന്താ ചെയ്യണത്? അവയ്ക്ക് നിങ്ങളാണല്ലോ സാക്ഷികൾ. അത് നമുക്ക് നാളെ കാണാം. അപ്പോൾ ഉയർപ്പിൻ്റെ എല്ലാ മഹത്വവും. ഹാപ്പി ഈസ്റ്റർ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ്
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.